ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി ചോറിനൊപ്പോ അതുപോലെ തന്നെ പൊറോട്ടയോടൊപ്പോ അതുപോലെ തന്നെ ചപ്പാത്തിയോടൊപ്പോ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ ഈ മുട്ടക്കറി വെക്കുന്നത് മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 മാങ്ങ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞത്. ഞാനിപ്പോൾ എടുത്തുള്ള ഇച്ചിരി പഴുത്ത മുളകാണ് കേട്ടോ. നിങ്ങളുടെ പച്ചമുളക് ചതട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 2 ഉള്ളി ചതച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ കറികളിൽ കറിവേപ്പിലൊക്കെ കൂടുതലുള്ളത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കേട്ടോ. ഇനി ഇത് നമുക്ക് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തേ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം, കൈ വെച്ച് മിക്സ് ചെയ്യുന്ന പ്രത്യേകത ഉണ്ടാകുന്നു. അതിപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. കൈ വെച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോഴേ പ്രത്യേക ഒരു ടേസ്റ്റ്, നമ്മൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചട്ടക്കൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റേക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതെൻ്റെ മാത്രം തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കൈ വെച്ച് തീരുമാനണ്ട, ജസ്റ്റ് ഒന്ന് ചട്ടം കൊണ്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളത്തിന് പകരം ഒഴിച്ച് കൊടുക്കുന്നത് നാളികേരപ്പാലാണ്. അതൊരു മുറി നാളികേരത്തിൻ്റെ 1-ാം പാൽ 2-ാം പാൽ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല വലിയ നാളികേരമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര അധികം പാല് വന്നിട്ടുള്ളത്. അപ്പോൾ പാല് വേണം ഈ കറി, പ്രത്യേകിച്ച് നല്ല പോലെ പാല് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാലെടുത്തോളൂ കേട്ടോ. പാൽ ഒഴിച്ച ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ കറി അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ കൈ വിടാതെ ഇതേപോലെ ചട്ടകം വെച്ചിട്ട് ഇളക്കി നിൽക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാളികേരപ്പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പിരിഞ്ഞു കഴിഞ്ഞാൽ കറി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. കറിയുടെ ഭംഗി കണ്ടാണല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ ഭംഗിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൈ വിടാണ്ട് ഇളക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. കറി തിളയ്ക്കണ വരെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ പിരിയില്ല. അപ്പോൾ ഇതേ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തുള്ള മാങ്ങയൊക്കെ വെന്ത് തരണ്ടേ. അപ്പോൾ അതുവരെ ഇത് കിടന്നിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പെല്ലാം കറക്റ്റല്ലേ നോക്കുക. അഥവാ കുറവാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഉപ്പിൻ്റെ അളവൊക്കെ ബാലൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പകുതി കണ്ടില്ലേ, ഇതേപോലെ പകുതിയായിട്ടാണ് മുട്ട മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു ചട്ടകം വെച്ചിട്ട് ഈ പൊങ്ങി കിടക്കുന്ന മുട്ടേനൊക്കെ ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ ആ മുട്ടയിലേക്ക് കറക്റ്റ് കണ്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത്. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ ആ കറി മുട്ടയും ഒന്ന് സെറ്റായി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അതേ മുട്ടയും കറിയും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞങ്ങളിത് ചെയ്യണമെങ്കിൽ 3 മിനിറ്റ് മതി. ലോ ഫ്ലെയിമിലാകുമ്പോൾ 5 മിനിറ്റ്. അപ്പോൾ അതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ച് വയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാടൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മുട്ടക്കറി പൊറോട്ടയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം അതുപോലെ ചോറിൻ്റെ ഒപ്പം ഒക്കെ നല്ല കോമ്പിനേഷനാണ്.
ഈ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൈവിടാതെ ഇത് ഇളക്കി നിൽക്കണം അടുപ്പത്ത് വെക്കുമ്പോൾ. അപ്പോൾ അത് മറക്കരുത്. അങ്ങനെ മായി കഴിഞ്ഞാൽ കറി ആകെ പിരിഞ്ഞ് ആകെ അങ്ങോട്ട് ഭംഗി പോവും. ഒരു പെർഫെക്റ്റ് ടേസ്റ്റും അതുപോലെ തന്നെ പെർഫെക്റ്റ് ഒരു ഭംഗിയും കിട്ടില്ല. അപ്പോൾ അതൊന്ന് നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.